നമസ്കാരം. എനിക്ക് സംസാരിക്കാനുള്ളത് ഇങ്ങോട്ട് തിരിഞ്ഞിട്ടല്ല, നേരെ മഹാരാജാസിനോടാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. ആരുടെ കുറ്റം പറയാനല്ല, എന്റെ ആദർശം പറയാൻ വേണ്ടിയാണ് ഞാനിവിടെ എഴുന്നേറ്റുള്ളത്. മാലൊന്നും കിട്ടിയില്ല, സാരമില്ല, ആളെണ്ണത്തിൽ കുറവായിരിക്കാം ഇൻക്ലാബ് സ്റ്റുഡൻസ് മൂവ്മെന്റ്. എന്നാൽ ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്, ഞങ്ങൾ ഇവിടെ പ്രവർത്തിക്കുന്നത് ആദർശത്തിന്റെ മാത്രം ബലത്തിലാണ്. ഞങ്ങൾ വിശ്വസിക്കുന്ന ആദർശം, ഞങ്ങൾ വിശ്വസിക്കുന്ന നയനിലപാടുകൾ, ഞങ്ങൾ വിശ്വസിക്കുന്ന പ്രസ്ഥാനം അത് സത്യത്തിന് വേണ്ടിയുള്ളതാണ്, അത് നീതിക്ക് വേണ്ടിയുള്ളതാണ്, അത് ന്യായത്തിന് വേണ്ടിയുള്ളതാണെന്നുള്ള ഉത്തമ ബോധമുള്ളത് കൊണ്ട് മാത്രമാണ് നട്ടലോടുകൂടി ചങ്കുറപ്പോടുകൂടി ഈ വേദിയിൽ കയറുന്നത് സംസാരിക്കാൻ എനിക്ക് സാധിക്കുന്നത്. ഇവിടെ ഇൻക്ലാബ് സ്റ്റുഡൻസ് മൂവ്മെന്റ് സമ്മതിച്ചു ഈ ഇലക്ഷൻ കാലത്ത് വന്നതാണ്. പക്ഷെ എനിക്ക് പറയാനുള്ളത്, ഇലക്ഷൻ കഴിഞ്ഞാൽ ഇവിടെ നിന്ന് പോകുന്നവരല്ല ഇൻക്ലാബ് സ്റ്റുഡൻസ് മൂവ്മെന്റ്. വിദ്യാർത്ഥികളുടെ ന്യായമായ പ്രശ്നങ്ങൾ അതെന്ത് തന്നെയായാലും അതിൽ ശക്തമായി ഇടപെട്ടുകൊണ്ട് ശക്തമായ പരിഹാരങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ഇൻക്ലാബ് സ്റ്റുഡൻസ് മൂവ്മെന്റ് ഈ കോളേജിന്റെ അകത്തളങ്ങളിൽ എന്നും ഉണ്ടാകുമെന്ന് ഞങ്ങൾ നിങ്ങൾക്ക് ഉറപ്പു തരികയാണ്. അതിനുള്ള ഉത്തമ ഉദാഹരണമാണ് ആ ടോയ്ലറ്റിന്റെ സമരം. അതിൽ നിന്ന് ഞങ്ങൾ തുടങ്ങിയിട്ടേ ഉള്ളൂ, ഇതിവിടെ അവസാനിക്കാൻ പോകുന്നില്ല. പ്രതിരോധത്തിന്റെ, പ്രതിഷേധത്തിന്റെ അഗ്നിശാലകൾ ഇവിടെ കത്തിപ്പടരാൻ പോകുന്നതേ ഉള്ളൂ. പിന്നെ എനിക്ക് നേരെ കിട്ടിയ കൂക്കലുകൾ, എനിക്ക് നേരെ കിട്ടിയ വിമർശനങ്ങൾ, എനിക്കൊന്നേ പറയാനുള്ളൂ, കുറുക്കൻ കൂവിയത് കൊണ്ട് സൂര്യൻ ഉദിക്കാതിരുന്നിട്ടില്ല മക്കളെ. കുറുക്കൻ കൂവിയത് കൊണ്ട് സൂര്യൻ ഉദിക്കാതിരുന്നിട്ടില്ല. നിങ്ങളെക്കാൾ ഉച്ചത്തിൽ കൂവാൻ എനിക്ക് മൈക്കിലൂടെ സാധിക്കും, പക്ഷെ ഞാൻ ആ പഠിച്ചയില്ല. കാരണം ഞാൻ പഠിച്ച സംസ്കാരം, എന്നെ അത് പഠിപ്പിച്ച പ്രസ്ഥാനം അത്തരമൊരു സംസ്കാരത്തിന്റെ വക്താവല്ല, ന്യായത്തിന്റെ വക്താവാണ്. ജനാധിപത്യത്തിന്റെ സന്ദേശമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്, മാനവികതയുടെ സന്ദേശമാണ് എനിക്ക് പറയാനുള്ളത്. മാറ്റത്തിന്റെ വക്താക്കളാവുക, അതിന്റെ തുടക്കം നമ്മളിൽ നിന്ന് ഓരോരുത്തരിൽ നിന്നുമാകട്ടെ. ഫാസിസത്തിന്റെ ഈച്ചില്ലമായ മടപ്പള്ളി കോളേജിൽ നിന്നാണ് ഇൻക്ലാബ് സ്റ്റുഡൻസ് മൂവ്മെന്റ് പിറന്നു വീണത്. 13 വർഷക്കാലത്തോളം ഇലക്ഷൻ നടക്കാതിരുന്ന മടപ്പള്ളി കോളേജിൽ ജനാധിപത്യത്തിന്റെ ശുദ്ധവായു ഞങ്ങൾ ശ്വസിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മഹാരാജാസിൽ ജനാധിപത്യത്തിന്റെ മാനവിക സന്ദേശം ഞങ്ങൾ എത്തിച്ചിരിക്കും. ഇത് തീർച്ച, ഇത് ഇൻക്ലാബ് നിങ്ങൾക്ക് നൽകുന്ന വാക്കാണ്. പിന്നെ ഇൻക്ലാബിന് നേരെ വർഗീയ വിഷം തുപ്പുന്നവരോട് എനിക്ക് വെറും പുച്ഛം മാത്രമേ ഉള്ളൂ. കോഴിക്കോട് മാൻഹോളിൽ കുടുങ്ങിപ്പോയ 2 ജീവനുകൾ രക്ഷിക്കാൻ ശ്രമിച്ച, യുവാവിന്റെ മരണത്തിൽ പോലും ജാതി കണ്ടെത്താൻ ശ്രമിച്ച അഭിനവ ഗുരുക്കന്മാരുടെ രാഷ്ട്രീയമാണ് ഇത്തരക്കാർക്കുള്ളത്. ഇത്തരക്കാരാണ് ഈ നാടിന്റെ ശാപം, ഇത്തരക്കാരാണ് ഈ കലാലയത്തിന്റെ ശാപം, ഇത്തരക്കാരാണ് നമ്മുടെ ശാപം. തുടച്ചു മാറ്റിയേ മതിയാവൂ. പിന്നെ വർഗീയതയെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ, ഞാൻ വരുന്നത് കോഴിക്കോട് നാദാപുരത്ത് നിന്നാണ്. നാദാപുരം ഏവർക്കും അറിയാം, വർഗീയതയ്ക്ക് പേരുകേട്ട മണ്ണാണ്. ഇവിടെ ഞങ്ങൾക്ക് നേരെ വർഗീയത വിളിച്ചവരുടെ മാതൃസംഘടന ഞാൻ നേരിട്ട് കണ്ടവനാണ്. നാട് വിട്ട് പലായനം ചെയ്തവനാണ് ഞാൻ. ഹിന്ദുക്കൾ മുസ്ലിങ്ങളെയും, മുസ്ലിങ്ങൾ ഹിന്ദുവിനെയും വെട്ടി കൊല്ലുന്നതും ആക്രമിക്കുന്നതും കണ്ടിച്ച് ഇവിടുത്തെ സംഘടന, മാതൃസംഘടന, കുറ്റം പറയുന്നതെന്ന് കരുതിയാണ്, പക്ഷെ എനിക്ക് പറഞ്ഞേ മതിയാകൂ. മാതൃസംഘടന തെരഞ്ഞു പിടിച്ച് വർഗീയത നിറഞ്ചാർത്തിക്കൊണ്ട് മനുഷ്യരെ വെട്ടിക്കൊല്ലുന്നതും ആക്രമിക്കുന്നതും നേരിട്ട് കണ്ട വ്യക്തിയാണ് ഞാൻ. നാട് വിട്ടോടിയവനാണ് ഞാൻ, കണ്ടതാണ് ഞാൻ നേരിട്ട്. ചെറുപ്പത്തിൽ 4ാം വയസ്സിൽ ഞാൻ കണ്ടതാണ് ആക്രമണത്തിന്റെ വർഗീയതയുടെ മൂർത്തരൂപം. അതുകൊണ്ട് ഇൻക്ലാബിനെതിരെ വർഗീയത വയ്ക്കാൻ നിങ്ങൾ ആരും വായിച്ചില്ല. ഞങ്ങൾക്ക് കൃത്യമായ രാഷ്ട്രീയതയുണ്ട്. ഞങ്ങൾ ആരെയും വർഗീയത പറഞ്ഞ് വോട്ട് പിടിച്ചിട്ടില്ല. ഇവിടെ പദ്ധതി ഉറപ്പായിട്ടാണ് ഞാൻ മത്സരിക്കുന്നത്. വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ അതിടപെടാൻ എന്നും ഞങ്ങളുണ്ടാകും. അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുവാൻ അവർക്ക് വേണ്ടി ക്ലാസുകളിലൂടെ പരാതിപ്പെട്ടി സ്ഥാപിച്ചിരിക്കും. അവരുടെ പ്രശ്നങ്ങൾ അത് ആഴ്ചയിൽ അവലോകനം ചെയ്ത് കൃത്യമായ നടപടികൾ അത് ഉണർത്തേണ്ടവരെ ഉണർത്തിക്കൊണ്ട് ഞങ്ങൾ അത് ഉയർത്തിയിരിക്കും. ഇതാണ് ഇൻക്ലാബ് നിങ്ങൾക്ക് മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം. കലാലയ ഭൂമി കലാപം ഉണ്ടാക്കുന്നവന്റെ രാഷ്ട്രീയമല്ല ഇൻക്ലാബിനുള്ളത്. യൗവനത്തിന്റെയും സർഗാത്മകതയുടെയും കലയുടെയും സാഹിത്യത്തിന്റെയും മറ്റും വിരലിലാവാകേണ്ട കലാലയ മണ്ണ് കലാപത്തിന്റെ ഭൂമിയാക്കാൻ ഇൻക്ലാബ് ആഗ്രഹിക്കുന്നില്ല. ഇൻക്ലാബ് മാറ്റത്തിന്റെ പ്രതീകമാണ്. നിങ്ങളാണ് അതിന്റെ വക്താക്കൾ, നിങ്ങളാകണം അതിന്റെ വക്താക്കൾ. മഹാരാജാസിന്റെ മണ്ണിൽ മാറ്റത്തിന്റെ മാറ്റം മുഴങ്ങട്ടെ. ഇൻക്ലാബിന്റെ കൂടെ ഞങ്ങളല്ല, നമ്മളാണ് ഇൻക്ലാബ്. ഇവിടെ ഞങ്ങൾ ചെയ്തു പറയാൻ എല്ലാവരും ഉണ്ട്. മഹാരാജാസിന്റെ ശബ്ദം പഴമയും ഒറ്റ മനസ്സും മഹാരാജാസിന്റെ സ്വത്താണ് എന്ന് പാടിക്കൊണ്ട് നമ്മളാണ് ഇൻക്ലാബ്. നമ്മൾ ഓരോരുത്തരുമാണ് മാറ്റത്തിന്റെ വക്താക്കൾ. മാറ്റത്തിന് വേണ്ടിയാകട്ടെ നിങ്ങളുടെ ഓരോ വോട്ടും. നാളെയുടെ പൗരന്മാർ ഇന്ന് നിങ്ങൾ തീരുമാനിക്കുക നിങ്ങളുടെ രാഷ്ട്രീയം എന്താകണമെന്ന്, നിങ്ങൾ എങ്ങോട്ട് പോകണമെന്ന്. നാളെയുടെ വക്താക്കളാണ് നിങ്ങൾ. അതുകൊണ്ട് മാറ്റത്തിന്റെ വക്താക്കളായിക്കൊണ്ട് ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നവർ ഇൻക്ലാബ് സ്റ്റുഡൻസ് മൂവ്മെന്റ് ഒപ്പം നിൽക്കുക. ഞാൻ ഫുആദ് മുഹമ്മദ്, ഫസ്റ്റ് ഇയർ പൊളിറ്റിക്സ് ആണ്, ഫസ്റ്റ് DC ഉറപ്പായിട്ടാണ് മത്സരിക്കുന്നത്. നിങ്ങളുടെ വിലയേറിയ ഓരോ വോട്ടും എനിക്ക് തന്നെ മാറ്റത്തിന്റെ പതാകവാഹകരാകുവാൻ നിങ്ങൾ ഓരോരുത്തരെയും ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് ഹിന്ദ്, ജയ് മഹാരാജാസ്, ഇൻക്ലാബ് സിന്ദാബാദ്.